എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ കോംബോയോ ആയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഒരു കോംബോയാണ്. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണ്, പ്രൈസ് എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മുടെ ഈ ഒരു കോംബോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള 8 ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 400 രൂപയാണ് നമ്മുടെ ഈ ഒരു കോംബോയ്ക്ക് വരുന്ന പ്രൈസ്. 8 നല്ല കിടിലനായിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 8 പ്ലാന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു 400 രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം 400 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സ് ആയിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഗോൾഡ് ഫിഷ് പോലെ തന്നെ അതിൻ്റെ ഒരു ഷേപ്പിലുള്ള പൂക്കളായിരിക്കും ഇതിനുണ്ടാവുക. ഓറഞ്ച് കളറ് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂക്കൾ നിറച്ചുണ്ടായി നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ്. ഈ ഒരു പച്ചയും ആ ഒരു ഓറഞ്ച് കോമ്പിനേഷനും മാത്രമല്ല ആ ഒരു പൂവിൻ്റെ ഷേപ്പ്, ആ ഗോൾഡ് ഫിഷിൻ്റെ ഷേപ്പ് കൂടെ വരുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും. നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഹാങ് ചെയ്തിട്ടാലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഈ ഒരു ഗോൾഡ് ഫിഷിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കാക്ടസ് പ്ലാന്റ്. ഇത് ക്രിസ്മസ് കാക്ടസ് എന്ന് പറയുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല വലുതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്, വൈറ്റും അതുപോലെ ഓറഞ്ച് കളറും. ഓറഞ്ച് ആൻഡ് വൈറ്റ് ക്രിസ്മസ് കാക്ടസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നവംബർ ഡിസംബർ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ചുറ്റും വട്ടത്തിലുണ്ടാവും. അതുപോലെ ആ വട്ടത്തിൽ തന്നെ നിറച്ച് പൂക്കളും ഉണ്ടാവും. അതുപോലെ ഇത് എന്താ പറയുക, പുതിയൊരു ചെടി ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മണ്ണിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയൊരു പ്ലാന്റായി നിങ്ങൾക്ക് കിട്ടും. അപ്പം പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ ഉണ്ടായി നിൽക്കുന്നത് കാണാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ക്രിസ്മസ് കാക്ടസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലാന്റ് ഇതാണ് കേട്ടോ. 2 ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിന് പറയുന്ന പേര് പെൻസിൽ കാക്ടസ് ആണ്. പെൻസിൽ കാക്ടസിൻ്റെ ആ ഒരു 2 വെറൈറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു അടുത്ത 4ഉം 5ഉം പ്ലാന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 വെറൈറ്റീസ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ കൊള്ളി പോലെ നിറച്ച്, ഇപ്പോൾ ഇതിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിങ്ങനെ നൂല് പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളെ വീട്ടിലൊക്കെ ഇത് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വൈറ്റ് പൂക്കളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ഇതാണ് കേട്ടോ. ഒരു ചെറിയൊരു മുള്ളു പോലെയൊക്കെ ജസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കൈക്കുത്തുന്ന മുള്ളല്ല, അങ്ങനെ കാണാൻ ഇങ്ങനെ ഒരു തരിതരിയായിട്ടുള്ളൊരു മുള്ളു പോലെ വരുന്നുണ്ട്. രണ്ടാമത്തെ പെൻസിൽ കാക്ടസ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു നല്ല ഉണ്ട പോലത്തെ ഒരു കൊള്ളിയാണ്. 2 വെറൈറ്റീസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്ത നമ്മുടെ പ്ലാന്റ് ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. ബബിൾ പ്ലാന്റ് എന്ന് പറയും ഇതിന്. നമുക്ക് ബബിൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, കുമിളകളാണ്. കുമിളകൾ പോലെയാണ് ഇതിൻ്റെ ലീവ്സ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ജസ്റ്റ് കുമിള പോലെ അതിൻ്റെ ഇലകൾ ഇങ്ങനെ വീർത്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതും ഇപ്പോൾ ചെറിയ തൈയാണ്. നമുക്കിത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും ഇങ്ങനെ ചട്ടിയിൽ പരന്നിരിക്കുന്ന കാണാം. അപ്പോൾ കുമിള പോലെ ഈ ഒരു പച്ച കളറിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാ പ്ലാന്റും കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും റൂട്ട്സ് കാണിക്കുന്നില്ല. നല്ല ജിഫിയുടെ പുറത്തൊക്കെ റൂട്ട്സ് വന്ന രീതിയിലാണുള്ളത്. 6ാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ടങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതും കുഞ്ഞിതായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ അടിവശം വന്നിട്ട് ഈ ഒരു ഡാർക്ക് കളറാണ്. അതുപോലെ ഇത് നല്ലൊരു ഡ്രാഗൺ ടങ് പോലെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതും നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാണ്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ പ്ലാന്റ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. നമ്മളിതുവരെ സെയിൽ ചെയ്യാത്തൊരു പ്ലാന്റ് ആണ്. റിപ്സാലിസ് എന്നാണ് ഈ ഒരു നമ്മുടെ കാക്ടസിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്ന
പ്ലാന്റ് ആണ് റിപ്സാലിസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കണ്ടോ മുത്ത് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നിറച്ചിങ്ങനെ ലീവ്സ് ആയി കഴിയുമ്പം ഇതുപോലെ മുത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കൂട്ടോ. നമ്മുടെ ശരിക്കും ഒരു മാലമുത്തിൻ്റെ ആ ഒരു അതുപോലെ തന്നെയുണ്ട് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്തിടുമ്പോൾ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഒരു കമ്മലിൻ്റെ മുത്തൊക്കെ ഉണ്ടല്ലേ അതുപോലെ നിറച്ചും ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ റിപ്സാലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ 8ാമത്തെ പ്ലാന്റ്. അപ്പം നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് കണ്ടു, 8 നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞു, 400 രൂപയാണ് കൊറിയർ ചാർജ് ഇറക്കം വരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഓർഡർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.